ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്നുള്ളത് സംഘം ഗാർഡനിലാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ നമുക്ക് കവർ ചെയ്യാൻ പറ്റാണ്ട് പോയ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടെ കവർ ചെയ്തിട്ട് പോകാമെന്ന്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തു. നമ്മളിനിയിപ്പോൾ ഈ സ്ഥലം കൂടെ ഈ റോച്ചസ്റ്ററിൽ തന്നെ ഇനിയിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസും കൂടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് റോച്ചസ്റ്ററിൽ നിന്ന് നയാഗ്ര ബോർഡറിലേക്ക് നമ്മൾ പോകും. നമ്മളിപ്പോൾ ഉള്ളത് സൺകിങ് ഗാർഡനിലാണ്. സൺകിങ് ഗാർഡനിൽ തന്നെ നമ്മൾ അകത്തോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഫോർട്ട് പോലത്തെ ഒരു ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നലെ ഇവിടെ നമുക്ക് വരാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഇത് ചെയ്യാഞ്ഞതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ചെറിയൊരു സ്പേസാണ്. പക്ഷേ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 80s ബിൽഡ് ചെയ്തൊരു സ്റ്റോൺ കൊണ്ടൊക്കെ ബിൽഡ് ചെയ്തൊരു ഫോർട്ട് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി, ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് നമുക്കിതിലിങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പറ്റും. നമ്മളിതിൽ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആക്സസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഹിസ്റ്റോറിക്കൽ പ്ലേസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിപ്പോൾ ബിൽഡ് ചെയ്തേക്കുന്നത് കല്ലും ലൈം സ്റ്റോണും പിന്നെ മറ്റ് ചുണ്ണാമ്പ് പോലത്തെ സബ്സ്റ്റൻസൊക്കെ വെച്ചിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ അവർ സിമെൻറ്റ് വെച്ച് അവർ പിന്നെ ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നതാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ 80s ബിൽഡ് ചെയ്താണെങ്കിൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൊത്തം ഏരിയ ആണെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഫങ്ഷൻസൊക്കെ വെക്കാനും പറ്റും. നമുക്ക് ഇന്നലെ വന്നപ്പോൾ ആണെങ്കിലും നമ്മൾ ആ ഒരു കല്യാണം ഇവിടെ വെച്ച് നടത്തുന്നവർ നമ്മൾ കണ്ടായിരുന്നു. ഒരു ഓപ്പൺ സ്പേസിൽ, ഇത്രയും നല്ലൊരു ഓപ്പൺ സ്പേസിൽ കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ചെറിയ കല്യാണവും കുറച്ച് ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നടത്താൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബിൽഡ് വരുന്നത്. ഇവിടെ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എഴുതിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ട് നമുക്ക് വേണമെന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്പേസാണിത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ലോണും കാര്യങ്ങളും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ വിശേഷം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ നയാഗ്ര ഭാഗത്തേക്ക് പോകാൻ പോവാണ്. നമ്മളിപ്പോൾ നമ്മുടെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയൊക്കെ മതിയാക്കി. ഇവിടുത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ഇത്. ഈ ഡെസ്റ്റിനേഷൻ വിട്ട് നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും നയാഗ്രയിലേക്ക് പോവുകയാണ്, നയാഗ്ര ബോർഡറിലേക്ക് പോവുകയാണ്. അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കാണാം. ഇതിൻ്റെ അകത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം പാർട്ടി കാര്യങ്ങൾ, ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്പേസ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ആ ഗാർഡൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഇവിടെ ഒരു നമ്മളൊന്ന് വന്ന് കണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ മാൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മളിനിയിപ്പോൾ അടുത്തത് നമ്മൾ നയാഗ്ര ബോർഡറിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ തിരിച്ച് ബഫലോ റീജിയൻ അല്ലെങ്കിൽ നയാഗ്ര ലക്ഷ്യമാക്കി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്റ്റോപ്പ് ഓവർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കാണിക്കുന്ന ഒരു 67 കിലോമീറ്റേഴ്സാണ് ഇവിടുന്ന് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സ്പെൻസർ ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ബോർഡർ എത്താൻ പറ്റും. നമ്മളിന്നിപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്, നമുക്കിവിടെ ഒരു ഡെസ്റ്റിനേഷൻ കാണാനുണ്ട്, അതും കൂടെ കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇപ്പോൾ സമയം 11:15.
12 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. നമ്മളിപ്പോൾ ഹൈവേയിലാണുള്ളത്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, നോർമൽ തിരക്ക് മാത്രമേ ഉള്ളൂ. പോലീസ് ചെക്കിംഗ് ഉണ്ട്, അത്യാവശ്യം പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വഴി കൂടെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഒൻറ്റാരിയോ വണ്ടിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ സ്പീഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവർ പുൾ ഓവർ ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് നെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് റോജേഴ്സാണ്. റോജേഴ്സിൽ നമുക്കിവിടെ 5G എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങനെ റേഞ്ചിൻ്റെ ഇഷ്യൂസോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അങ്ങനെ വേറെ എന്താ പറയുക, റോച്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബിഗിനേഴ്സിന് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ കാനഡയിൽ നിന്ന് US പോകാനുള്ള ഒരു മൈൻഡുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം എന്നേ ഞാൻ പറയുള്ളൂ റോച്ചസ്റ്റർ. അല്ലാണ്ട് അതൊരു ഭയങ്കരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഒരു കുറച്ച് വാട്ടർഫോൾസും പിന്നെ കുറച്ച് ഫോർട്ട്സും പിന്നെ കുറേ സ്റ്റേറ്റ് പാർക്സും ആണ് അവിടെ നമ്മൾ മേജോറിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വേറെ അല്ലാണ്ട് ഇപ്പോൾ ഒരു മേജർ ടൂറിസ്റ്റ് ഹബ്ബോ ഡെസ്റ്റിനേഷനോ ഒന്നും അല്ല റോച്ചസ്റ്റർ. നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വേറെ ഒരു രാജ്യത്തു നിന്ന് നിങ്ങൾ ഇവിടെ ഡ്രൈവ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താ ഒരു പേടിയൊന്നും കൂടാതെ നമുക്ക് ആ ഒരു ബിഗിനേഴ്സിന് ഡ്രൈവ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ഒരു റൂട്ടും ഒരു സ്ഥലവുമാണ് റോച്ചസ്റ്റർ. വലിയ ക്രൗഡഡ് ഒന്നുമല്ല. റോച്ചസ്റ്ററിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്, വലിയ ക്രൗഡഡ് അല്ല. നമുക്ക് അത്യാവശ്യം എക്കണോമിക്കലാണ്. നമുക്കിപ്പോൾ നയാഗ്രയിൽ നിന്നാണെങ്കിലും വരാനിപ്പോൾ ഒരു ഒരു 1.5 hours നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് റോച്ചസ്റ്ററിലേക്ക് എത്താൻ. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കാനഡയെ നമ്മൾ US കമ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മൾ റോച്ചസ്റ്റർ അല്ലെങ്കിൽ USA കുറച്ചും കൂടെ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ കോസ്കോ ഉണ്ട്. റോച്ചസ്റ്ററിൽ ഒരു കോസ്കോ ഉണ്ട്. നിങ്ങൾക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാനോ ഒക്കെ അല്ലെങ്കിൽ എയർ റീഫിൽ ചെയ്യാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോസ്കോയിൽ പോകാം. മെമ്പർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. കാനഡയിലെ കോസ്കോ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് US യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് കോസ്കോ USA വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. വിസ കാർഡ് മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാനാണെങ്കിലും വിസ കാർഡ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ബാക്കി നമുക്ക് കോസ്കോയിൽ പോയി സാധനങ്ങളോ കാര്യങ്ങളോ എന്ത് വേണേലും മേടിക്കാം നമ്മുടെ നമ്മുടെ മെമ്പർഷിപ്പ് വെച്ചിട്ട്. അതുപോലെ നിങ്ങളിപ്പോൾ രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്, അത് സേഫ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ പൊതുവെ ഒരു 8 മണി വരെയൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. പൊതുവെ ഇവിടെയൊക്കെ സേഫാണ്. പക്ഷേ ഹോംലെസ്സുകളൊക്കെ ഉണ്ട് ഈ പ്രദേശത്തൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം രാത്രി ഡ്രൈവ് ചെയ്യുന്നത് ഒഴിവാക്കാന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇവിടെ ആണെങ്കിലും മൊത്തം സിറ്റി ഒന്നുമല്ല. അപ്പം നമ്മൾ ഈ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കി ഇതിനകത്ത് കാട്ടുമൃഗങ്ങളുടെയൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളിൽ മാൻ ചാടുന്നതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. മാൻ ക്രോസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ബോർഡുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം രാത്രിയിൽ കാലങ്ങളിൽ ഡ്രൈവിങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു 8 മണിയൊക്കെ വരെ, പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. അല്ലാണ്ട് ഇപ്പോൾ രാത്രി പൊതുവെ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല. ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാറുമില്ല. അതല്ലാണ്ട് ഇപ്പം നമ്മൾ US ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഗ്യാസ് ആണെങ്കിലും ചീപ്പാണ്. എക്കണോമിക്കലായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. നമ്മുടെ തന്നെ വണ്ടിയാകുമ്പോൾ നമുക്ക് വേറെ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ടിമ്മിലൊന്ന് കയറിയായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ടിമ്മിലൊന്ന് കയറി. അപ്പോൾ നമ്മുടെ മെനൂസൊക്കെ സെയിമാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഫാമേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പും കോഫിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്മുടെ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാനഡയിലൊക്കെ ആണെങ്കിൽ ഫാമേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് ഒരു 3 വർഷം മുമ്പ് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാനഡയിൽ കയറിയപ്പോൾ മീൻസ് US ഞാനിവിടെ ടിമ്മിൽ കയറിയപ്പോൾ അത് കിട്ടിയത്. നമുക്കിപ്പോൾ റാപ്പിൽ അല്ലെങ്കിൽ ഒരു പാഷ്മെന്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് അവർ തരാറ് ഇപ്പോൾ ഫാമേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പൊക്കെ. ഒരു 3 വർഷമൊക്കെ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടിട്ടുള്ളവർക്കറിയാം. നമുക്ക് നല്ലൊരു ഒരു ബോക്സിനകത്തൊക്കെ ആക്കി
നല്ല അടിപൊളിയായിട്ടായിരുന്നു സാധനം തന്നുകൊണ്ടിരുന്നത്. അതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ല ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാനിപ്പോൾ യു എസിൽ ഇവിടെ ടിം ഹോട്ടലിൽ കയറിയപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു 3 വർഷം മുമ്പ് ടിമ്മിൽ പോകുമ്പോൾ മറ്റേ ഫാമേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് കിട്ടുന്നത്, അതേ ഒരു ക്വാളിറ്റിയോടും അതേ പാക്കിങ്ങിലുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഒരു വണ്ടറായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ലോക്കൽ സാധനവും യു എസിൽ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടിയത് അല്ലെങ്കിൽ ഒരു ബെറ്റർ പ്രൊഡക്റ്റും കൊടുക്കുന്നു. സെയിം കമ്പനി, അതും ഒരു കനേഡിയൻ കമ്പനി. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റിൽ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ഓൾഡ് സ്റ്റോൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ഓവറിന് വേണ്ടി നോക്കിയൊരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ സെലക്ട് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യാതെ നമുക്കൊന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്ത് നമുക്ക് അത്യാവശ്യം വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ അത്യാവശ്യം ഒരു ഗാർഡനും, പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളും, പിന്നെ ഒരു ചെറിയൊരു തോടും, അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് പോകണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു മടുപ്പായിരിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ തിരക്കില്ലാത്ത സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് നടന്ന് വീണ്ടും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതൊരു മടുപ്പില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ റോച്ചസ്റ്ററിൽ നിന്ന് പോകുന്നു. റോച്ചസ്റ്ററിൽ നിന്ന് പോകുന്ന ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്ലവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നയഗ്രയിലാണ്. നയഗ്രേൻ്റെ തന്നെ എന്താ പറയുക, ഒരു സൈഡിലാണിത്. ഇപ്പോൾ നമ്മൾ നയഗ്ര ഫോൾസ് വരുന്നത് കുറച്ചും കൂടെ എന്താ പറയുക അങ്ങോട്ടാണ്. വേറൊരു റീജനല്ല, വേറൊരു സ്ഥലത്താണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഏരിയ ഒന്നും നിങ്ങൾ ആരും തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ടാവില്ല, ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെയാണെങ്കിലും റീൽസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നടക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല ഒഴുക്കുണ്ട്. ഈ വെള്ളമാണ് നമ്മുടെ നയഗ്ര ഫോൾസിലേക്ക് പോയി ഫോൾസായിട്ട് വീഴുന്നത്. അവിടെയാണെങ്കിലും നമുക്ക് ടണൽ കാണാം. അതുപോലെ നല്ല ഒഴുക്കുണ്ട്, നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നയഗ്രേൻ്റെ തന്നെ യു എസിൻ്റെ സൈഡിലാണ്. യു എസിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് അവൈലബിൾ ആണ്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് കിട്ടാൻ വേണ്ടി ഡിഫറെൻറ്റ് പാർക്കിംഗ് സ്ലോട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കാനഡ വരുന്നത്. നമുക്കവിടെ ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അതിൽ വണ്ടി പോകുന്നത് കാണാം, അത് കാനഡേൻ്റെ സൈഡാണ്. ഈ ഒരു ഭാഗമൊന്നും ആൾക്കാർ അധികം തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ നയാഗ്രേൻ്റെ ഒരു ബ്യൂട്ടി ഇവിടുന്ന് തുടങ്ങുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിർത്തി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് അപ്പുറം കാണാൻ പറ്റുന്നതാണ് നമ്മുടെ നയാഗ്രേൻ്റെ കാനഡ സൈഡിലുള്ള മ്യൂസിയം ആണ് നമ്മളപ്പുറത്ത് കാണുന്നത്. നമ്മൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കാനഡയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇനി നയാഗ്രൻ സൈഡ് നമ്മൾ തൽക്കാലത്തേക്ക് കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നയാഗ്രേൻ്റെ യു എസ് സൈഡിലെ ഫോൾസിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങ് പോന്നു. നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ നയാഗ്ര ഫോൾസ് യു എസ് സൈഡിലേക്ക് വന്നേക്കാണ്. ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. നമുക്കവിടെ നമ്മൾ ആ ഫ്ലാഗൊക്കെ കാണുന്ന ആ ഒരു പ്രദേശത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കാണാം ഇതെന്ത് മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സ്പ്രിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഭംഗിയും എല്ലാം കൂടെ ആയപ്പോഴത്തേനും മൊത്തത്തിൽ ഈ ഒരു പ്രദേശം മുഴുവൻ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാൻ പറ്റും. നമ്മൾ ആ എൻട്രൻസ് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെൽക്കം സെൻറ്റർ ഉണ്ട്. വെൽക്കം സെൻറ്ററിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വാഷ്റൂംസ്, അങ്ങനെ മൊത്തത്തിൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട കൺവീനിയൻസ് ഒരുക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സംഭവങ്ങളും ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നയഗ്ര ഫോൾസ് US സൈറ്റ് വീൽ ചെയർ ആക്സസിബിൾ ആണ്. അപ്പോൾ വീൽ ചെയർ ആക്സസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെൽക്കം സെൻറ്ററിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിവേറ്റർ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലെ വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഈ ഒരു വെൽക്കം സെൻറ്ററിൻ്റെ അകത്തൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എലിവേറ്ററിലൂടെ താഴോട്ട് പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഇതിൽ കൂടെ നമുക്ക് അല്ലാണ്ട് പോകാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് നയാഗ്ര ഫോൾസിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. അധികം തിരക്കൊന്നുമില്ല. ഞാനൊരു 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കൂടുതലും തിരക്കൊക്കെ വരുന്നത്. നയാഗ്ര ഫോൾസ് എന്ന് പറയുമ്പോൾ ഇതിന് 2 സൈഡുണ്ട്. ഒന്ന് US ഫോൾസ് ഉണ്ട്, അതുപോലെ കനേഡിയൻ ഫാൾസ് ഉണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് US ഫോൾസ് ആണ്. നമുക്ക് കനേഡിയൻ ഫോൾ കാണണമെങ്കിൽ നമ്മൾ ഇതിന് വേറൊരു ലൊക്കേഷൻ കൂടെ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് കനേഡിയൻ ഫോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ കനേഡിയൻ ഫോൾ കാണുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാനഡയിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ അധികം അങ്ങോട്ട് കാണാൻ പറ്റില്ല. നമുക്ക് കൂടുതലും മിസ്റ്റ് ആയ കാരണം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ അപ്പുറ സൈഡിൽ നമ്മൾ കാനഡയുടെ സൈഡിലാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങി പോയി നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെൽക്കം സെൻറ്ററിൻ്റെ താഴോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡൈനിങ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇൻഫർമേഷന് വേണ്ടിയുള്ളൊരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. അത് മേളിലും ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഒരുപാട് നടന്നു പോകാനുള്ള വഴികളുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ ആസ് യൂഷ്വൽ നടക്കുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇതിൽ ഒരുപാട് വഴികളുണ്ട്. നമുക്ക് അതിലേ പോയി കഴിഞ്ഞാൽ ഓരോ സൈഡിൽ പോയി കഴിയുമ്പോഴും ഓരോ വ്യൂ ആണ്. നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ വേണമെങ്കിൽ നമുക്ക് അതിലേ ഇറങ്ങി വരാൻ പറ്റും. ഇതെല്ലാം മൊത്തത്തിൽ കണക്റ്റഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഈ ഫോൾ വ്യൂവിൻ്റെ അങ്ങോട്ട് നേരിട്ട് പോവാണ്. നമുക്കിവിടെ 2 വഴിയുണ്ട്. നമുക്കിപ്പോൾ ഈ ലെഫ്റ്റിലുള്ള ഈ വഴി കൂടെ പോയി ആ ബ്രിഡ്ജിൻ്റെ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മേലിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് US-ൻ്റെ എന്താ പറയുക നമ്മളിപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കനേഡിയൻ ഫാൾസ് കാണാനുള്ള ഒരു വ്യൂ പോയിൻ്റ് അങ്ങോട്ട് എത്താൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു വഴി പോവുകയാണെങ്കിൽ നമ്മുടെ US ഫോളിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ മുതൽ നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റും. നമുക്കിതിൻ്റെ കൃത്യം വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ളൊരു വ്യൂ കിട്ടും. ഇതാണ് നയാഗ്ര ഫോൾസിൻ്റെ എന്താ പറയുക US സൈഡ്. നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ ഞാനിവിടെ ഈ കാണുന്ന ഈ ഒരു പോയിൻ്റാണ് കനേഡിയൻ സൈഡ്, കനേഡിയൻ ഫോൾസ് എന്ന് പറയുന്നത്. ഇത് US സൈഡാണ്, US ഫോൾസ് ആണ്. നമുക്ക് 2 ഫോൾസ് ഇവിടെ വരുന്നുണ്ട്. മൊത്തത്തിൽ ഇവിടെ കൂടുതൽ ഇപ്പോൾ കൺസ്ട്രക്ഷനാണ്. സമ്മർ തുടങ്ങിയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സീസൺ ആകുമ്പോൾ ഇവർ കൺസ്ട്രക്ഷൻ തുടങ്ങും. കാരണം വിൻ്ററിൽ ഇവർക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. അവിടെയാണെങ്കിൽ ഒരു വ്യൂ ഡെക്ക് ഉണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും വ്യൂ ഡെക്ക് ഉണ്ട്. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സൈഡിലുമായിട്ട് ഓരോ ഡിഫറെൻറ്റ് വ്യൂവിനായിട്ട് ഓരോ വ്യൂവിൻ ഡെക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് കാണുന്നതാണ് കാനഡയുടെ സൈഡാണത്. ഷെർട്ടനും എംബസി സ്യൂട്ടും അങ്ങനെ മൊത്തത്തിൽ. അതുപോലെ നമ്മളെപ്പോൾ കണ്ടു കഴിഞ്ഞാലും നയാഗ്ര ഫോൾസിന് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിതിപ്പോൾ ഒരുപാട് തവണ ഇപ്പോൾ നയാഗ്ര കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ഓരോ ഫീലാണ്. നമ്മളിപ്പോൾ സാധാരണയാണെങ്കിൽ നമുക്ക് അതിലേ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് വരെ എത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേ പോകാൻ പറ്റില്ല. നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞ് ഇതിലേ പോയി ചുറ്റി അങ്ങോട്ട് പോകണം.
നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യുഎസിൻ്റെ ഫോൾസ് വരുന്നത്. നമ്മളതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ് കാണാൻ പറ്റും. നമ്മൾ ഈ ബ്ലൂ കാണുന്നതാണ്, ഈ ബ്ലൂ ബോട്ടാണ് നമ്മുടെ യുഎസിൻ്റെ ബോട്ട് സർവീസ് വരുന്നത്. കാനഡേൻ്റെ ആണെങ്കിൽ അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ സൈഡിൽ കാണുന്ന നമ്മുടെ ഞാനിപ്പോൾ കൈ കാണിച്ചേക്കുന്ന അതാണ് അമേരിക്കൻ ഫോള്. അതുപോലെ നമ്മൾ അവിടെ ദൂരത്തിൽ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കനേഡിയൻ ഫോള്. നമുക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, കാരണം അതൊരു ഹോഴ്സ്ഷൂ ഷേപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു വ്യൂ കിട്ടണമെങ്കിൽ നമ്മളിതാ ഇപ്പോൾ ഞാൻ ഇത് കൊടുത്തേക്കുന്ന ഒരു കനേഡിയൻ സൈഡിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ അതിൻ്റെ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഞാനിവിടെ ബോട്ട് സർവീസ് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു പാത്തുണ്ട്, നമുക്ക് ഇതിലിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബോട്ട് സർവീസിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നതാണ് കാനഡേൻ്റെ അവിടെ ജയൻറ്റ് വീൽസും അവിടുത്തെ പാർക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് യുഎസിൻ്റെ ഒരു വ്യൂയിങ് ഡെക്ക് കാണാം. നമ്മൾ ഈ ഒരു വ്യൂയിങ് ഡെക്കിലേക്ക് പോവാം. നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് ശരിക്കും ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് മേളിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ക്ലിയർ വ്യൂ കിട്ടും. അതുപോലെ നമുക്ക് താഴെ നമുക്ക് ആൾക്കാരൊക്കെ ബോട്ടിൽ കയറിയിട്ട് പോകുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിൻ്റെ വീട്ടിലേക്കൂടെ ഈ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. ഇതിൽ നമുക്കവിടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലെ മേളിലൂടെ കയറാൻ പറ്റും. നമ്മളവിടെ കാണുന്ന ബ്രിഡ്ജാണ് റെയിൻബോ ബ്രിഡ്ജ്. അതാണ് യുഎസും കാനഡയായിട്ട് കണക്ട് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബ്രിഡ്ജ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. നമ്മൾ അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം യുഎസിലേക്ക് വന്നത്. നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ പോകുന്നത് അതിലെ തന്നെയാണ്. നമുക്ക് അതിലെ തന്നെ ഇങ്ങനെ വരാൻ പറ്റും. ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഭംഗി, ഇതിന് രാവിലെ ഒരു പ്രത്യേക ഭംഗിയും വൈകുന്നേരം ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം വൈകുന്നേരം രാത്രി ആ സമയങ്ങളിലേക്ക് ആകുമ്പോഴത്തേനും ഇവിടെ മൊത്തത്തിൽ ലൈറ്റ് ഇട്ട് പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ബിൽഡിങ്സിലെ ലൈറ്റും അതെല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ നമുക്ക് രാത്രി സമയങ്ങളിൽ വരുവാണെങ്കിൽ നമുക്കവിടെ ഫോൾസിലേക്കും വെട്ടം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയും അങ്ങനെ മൊത്തത്തിൽ വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക് രാത്രി കാണുമ്പോൾ. പകൽ കാണുമ്പോൾ അത് വേറൊരു ഡിഫറെൻറ്റ് ഫീല്. നമുക്കിവിടെ ഒരുപാട് സ്റ്റോർസ് വരുന്നുണ്ട്. അത്യാവശ്യം ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനത്തെ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഇതാണ് ഇപ്പോൾ നമ്മൾ കയറിയ സ്റ്റോർ, മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അതല്ലാണ്ട് നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോർസും ഉണ്ട്. ചിലപ്പോൾ അത് ചാരിറ്റി പരിപാടികൾക്കൊക്കെ ആയിരിക്കും. അങ്ങനത്തെ സ്റ്റോർസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമ്മൾ എൻട്രൻസ് ചെയ്യേണ്ടത്. ഇവിടെ ബോട്ടിൻ്റെ ടിക്കറ്റ് വരുന്നത് 30.25ഉം പിള്ളേർക്ക് വരുന്നത് ഒരു 19.75 ആണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണിക്കും പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത് 6 മണിക്കുമാണ് ഇവിടെ വരുന്നത്. ഒബ്സർവേഷൻ ഡെക്കിനാണെങ്കിലും ഇവിടെ തന്നെയാണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത്. അതിന് 1.25 ആണ് അതിന് റേറ്റ് വരുന്നത്. ഇവിടെ സ്നാക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതുപോലെ അത് ഭക്ഷണം കഴിക്കാനോ അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനും. അതുപോലെ നമുക്കിവിടെ ഈ ട്രെയിൻ സർവീസ്, ട്രാം സർവീസ് പോലത്തെ ട്രെയിന് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അവർ കൊണ്ട് കാണിച്ചു തരും. നമുക്ക് ഈ ഫുൾ പ്രദേശം മുഴുവൻ നമുക്ക് ഇതിനകത്തോടെ തന്നെ പോകാം. നമുക്ക് നടക്കേണ്ട കാര്യമില്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഇതുപോലത്തെ ട്രെയിൻ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെന്തായാലും ഇപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഈ തണുപ്പൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കമൻറ്റിൽ പറയുക, നമ്മളെന്തായാലും അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കണ്ടത് അമേരിക്കൻ ഫോൾ വ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇനി ഒരു കനേഡിയൻ ഫോൾ വ്യൂവും കൂടെ ഉണ്ട്. അത് കാണാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ കനേഡിയൻ സൈഡിൽ പോയിട്ട് അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു
പിന്നെയും ഇതിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ നയാഗ്ര വിശേഷങ്ങൾ, നയാഗ്ര US സൈഡിലെ വിശേഷങ്ങൾ. നമ്മളിനി എന്തായാലും തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ച് ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ടിംഗ് അലൗഡ് അല്ല, അപ്പോൾ അതിന് ഞാൻ അങ്ങോട്ടുള്ള ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ US എന്താ പറയുക ഫാൾസിൻ്റെ വിശേഷങ്ങൾ. നമ്മളിനിയിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിക്കവാറും ഒന്നുകൂടെ ഞാനൊരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ബോർഡർ ക്രോസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു വീഡിയോയും കൂടെ ഇതിനകത്ത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കിനി ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിയുമ്പോഴത്തേനും ഞാൻ വേറെ എവിടുന്നും പെട്രോളൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് പെട്രോൾ റീഫിൽ ചെയ്തിട്ട് പോവാം. കാരണം ഇവിടെ എന്തായാലും റേറ്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് കുറച്ച് അടിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ നയാഗ്ര ഫാൾസിൻ്റെ തൊട്ടടുത്താണ് നമ്മളിത്. നമുക്ക് ഇവിടുന്ന് ഒരു 200-250 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക്. എന്നാലും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. നമ്മളങ്ങനെ ഒരു $21 $21.51 നമ്മൾ ഗ്യാസ് അടിച്ചു. അപ്പോഴത്തേന് ഫുള്ളായി. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ബോർഡറിലേക്ക് പോവാം. കാനഡ ബോർഡർ ക്രോസ് ചെയ്തു. നമ്മളോട് ആകെ കൂടി ചോദിച്ച 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്ന് നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്. അതുപോലെ നമ്മളോട് പാസ്പോർട്ട് ചോദിച്ചു. അത് 2 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരത് വെരിഫൈ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ നമ്മളോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവിടുന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു US നിന്ന്. നമ്മളില്ലാന്ന് പറഞ്ഞു. നമ്മളോട് അതല്ലാണ്ട് വേറെ ഒന്നും തന്നെ ചോദിച്ചില്ല. സാധാരണ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണെങ്കിലും മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബാക്ക് വിൻഡോ ഒന്ന് റോൾ ചെയ്യാവുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലും ചോദിച്ചില്ല. നമ്മളോട് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. ഇത്ര മാത്രമാണ് അവിടെ നമ്മളോട് ചോദിച്ചത്. പക്ഷേ ഒരുപാട് സമയമെടുത്ത ആൾക്കാരുണ്ട്. നമ്മുടെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പക്ഷെ ഒരുപാട് സമയമെടുത്ത ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു 2 വണ്ടി മുമ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് അതിൽ കൂടുതലെടുത്തു. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരുടെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് അധികം കാര്യങ്ങളൊന്നും നോക്കിയില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പും. നമ്മുടെ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കിനി ഇവിടുന്ന് ഒരു 1 മണിക്കൂറും കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.